ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയും ഒരു സാലഡ് റെസിപ്പിയാണ്. നമ്മുടെ സാലഡ് റെസിപ്പിയിൽ ഇത് അഞ്ചാമത്തേതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നൊരു അവക്കാഡോ സാലഡ് റെസിപ്പിയാണ് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാലഡ് റെസിപ്പിയാണ്. ഞാനൊരു കുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. കുക്കുംബർ അത്യാവശ്യം നമുക്ക് എത്ര വലുപ്പത്തിൽ വേണോ എന്ത് രീതിയിൽ വേണോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എങ്ങനെ കട്ട് ചെയ്യുക അങ്ങനത്തതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. ഇനി തൊലി പോക്കിയിട്ട് യൂസ് ചെയ്യുക, അതേപോലെ തൊലി വെച്ചിട്ട് യൂസ് ചെയ്യുക, അങ്ങനെ എന്തും നമുക്ക് ചെയ്യാം. ഞാൻ ഈ രീതിയിൽ ഇങ്ങനെ കുക്കുംബർ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാനൊരു ഹാഫ് കുക്കുംബർ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എടുക്കാം. ഞാനിവിടെ ഒരു ഹാഫ് കുക്കുംബർ എടുത്തിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കഷ്ണം ചെറുതാക്കുന്നുമില്ല, എന്നാൽ വളരെ കട്ടിയുള്ള രീതിയിലും അല്ല. കഴിക്കുമ്പോൾ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കുക്കുംബർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് റെഡ് ഒനിയനാണ് എടുക്കുന്നത്. റെഡ് ഒനിയൻ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കട്ട് ചെയ്യാം. ഒനിയൻസ് കട്ട് ചെയ്യുമ്പം അത്യാവശ്യം കനം കുറച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. അതേപോലെ ഒനിയൻ സെലക്ട് ചെയ്യുമ്പം വൈറ്റ് ഒനിയൻ എടുക്കാതിരിക്കുക, ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് സാലഡ്സിലെല്ലാം റെഡ് ഒനിയൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. ഞാനൊരു ഹാഫ് പോർഷൻ റെഡ് ഒനിയൻ മാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരുപാട് എടുക്കാം. എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഞാനിവിടെ ഹാഫ് പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അതേപോലെ നെക്സ്റ്റ് ഞാൻ എടുക്കുന്ന ഒരു ടൊമാറ്റോ ആണ്. ഞാനൊരു ടൊമാറ്റോയുടെ ഹാഫ് പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അത് ഞാൻ എടുത്തിട്ട് ചെറിയ രീതിയിലൊന്ന് ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നതൊന്നും ഒരു മാറ്റർ അല്ല. പിന്നെ ഞാൻ എടുക്കുന്ന കൊറിയാണ്ടർ ലീവ്സ് ആണ്. അതും അത്യാവശ്യത്തിന് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. എനിക്ക് നല്ല ഇഷ്ടമാണ് കൊറിയാണ്ടർ ലീവ്സൊക്കെ സാലഡ്സിൽ യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് വെച്ചാൽ അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. അതേപോലെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. പിന്നെ നമ്മൾ എടുക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അവക്കാഡോ ആണ്. ഞാനിവിടെ അവക്കാഡോ എടുക്കുന്നതും ഹാഫ് പോർഷൻ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ അവക്കാഡോ സാലഡ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് തോനെ എടുത്തെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. അതും എടുത്തിട്ട് നല്ലപോലെ തന്നെ ഞാൻ ക്യൂബ്സായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം നല്ല പഴുത്ത അവക്കാഡോസ് എടുക്കാൻ നോക്കുക. ഈ അവക്കാഡോ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പഴുക്കാത്തത് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യരുത്. ഒരു കയ്പ്പുണ്ടാകാൻ ചാൻസ് ഉണ്ട്. തിന്നുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല, കടിക്കും. ഇതാകുമ്പോൾ നമുക്കൊരു ബട്ടറി ഫീലാണ് വരിക. അപ്പോൾ ഇതെടുക്കുക. എന്നിട്ട് ക്യൂബ്സായിട്ട് ഹാഫ് പോർഷനാണ് ഞാൻ എടുത്തത്, അതെടുക്കുക. അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഇനി വേണ്ടത് ലെമൺ ജ്യൂസാണ് വേണ്ടത്. ഇനി ലെമൺ ജ്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ വിനെഗർ യൂസ് ചെയ്യാൻ. എൻ്റെ അടുത്ത് ലെമൺ ജ്യൂസ് പെട്ടെന്ന് കിട്ടിയില്ല, ഞാൻ വിനെഗറാണ് യൂസ് ചെയ്തത്. പിന്നെ കുറച്ച് സാൾട്ട് ഇടുന്നുണ്ട്, എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നീട് ഞാൻ അതിലേക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പെപ്പർ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പെപ്പറും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നല്ലോ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.